എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്, അതായത് IIT പാലക്കാടിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കം കൗൺസിലറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇതിനു മുമ്പ് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രവർത്തിച്ച പരിചയം എനിക്കുണ്ട്. എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ട്രാമ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ലൈക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് and anxiety disorders, depression, sleep disorders, substance use disorders and marital distress. ഇവയൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള പേഷ്യൻസിനെ എന്നെ സമീപിക്കാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ മെയിൻലി തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല സൈക്കോളജിയിൽ താല്പര്യമുള്ള ആളുകൾക്കും ഈവൻ സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് തന്നെയുള്ളൊരു സംശയമാണ്, നമ്മളുടെ ഇമോഷണൽ ബ്രെയിനും റേഷണൽ ബ്രെയിനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടു എൻറ്റിറ്റീസ് ആണ് എന്നുള്ളൊരു ചിന്താഗതി. എന്താണ് നമ്മളുടെ റേഷണൽ ബ്രെയിനും ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടു എൻറ്റിറ്റീസ് ആണോ? നമുക്ക് നോക്കാം. അല്ല, ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മളുടെ ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമുക്കുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസിനും നമ്മളുടെ ഇമോഷനാണ്, നമ്മളുടെ വികാരങ്ങളാണ് അതിനുള്ള വിലനിർണ്ണയം നടത്തുന്നത്. അത് നമ്മളുടെ റീസൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. നമ്മൾ ഓരോ കാര്യത്തിനെ എടുക്കുന്നതും വർണ്ണിക്കുന്നതും അല്ലെങ്കിൽ അതിന് റീസണിങ് കൊടുക്കുന്നതിനൊക്കെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഓരോ വ്യത്യസ്ത എക്സ്പീരിയൻസിനും നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ. അതെങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റുക? നമ്മൾ ആ സമയത്തുണ്ടാകുന്ന ഇമോഷൻ ആനുപാതികമായിട്ടാണ് നമ്മൾ ഓരോന്നിനും ഒരു പ്രാധാന്യം, ഒരു വിലനിർണ്ണയം നടത്തുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പാമ്പ് കടിക്കാൻ വരിക, അപ്പം നിങ്ങൾക്ക് അവിടെ പേടി ഉണ്ടാവുക ചെയ്യുന്നത്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവുക ചെയ്യുന്നത്, അത് ഹാപ്പി ആയിട്ടുള്ളൊരു ഇമോഷനാണ്. അതിന് നിങ്ങൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ട് അങ്ങനെ അതിന് റീസൺ ചെയ്ത് അത് വീണ്ടും എനിക്ക് ലഭിക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയിൽ എത്തിച്ചേരുക ചെയ്യുന്നത്. സോ നമ്മളുടെ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നിനും ഓരോ പ്രവൃത്തിയും അർത്ഥവത്താക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇമോഷണൽ ബ്രെയിനും അതുപോലെ തന്നെ റേഷണൽ ബ്രെയിനും രണ്ടും ഒരുമിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലൊരു ബാലൻസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. നമുക്ക് നമ്മളായിട്ട് തന്നെ ആയിരിക്കാനായിട്ട് സാധിക്കുക. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെയും, ഈ ഇമോഷണൽ ബ്രെയിനും റേഷണൽ ബ്രെയിനിൻ്റെയും അവ രണ്ടും കൂടിച്ചേർന്നിട്ടുള്ള ഒരു സത്തയാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിൽ മുന്നോട്ട് പോകണമെന്ന് നിൽക്കാം. ആ സമയത്ത് ഇവ രണ്ടിൻ്റെയും ബാലൻസ് നോക്കി നമ്മൾ പ്രവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാമ്പ് കടിക്കാൻ വരിക, റേഷണൽ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ച പാമ്പ് ഇത്രയും ദൂരമാണ്, അതിനെ കടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വിഷമില്ല എന്നൊന്നും ചിന്തിച്ച് നിൽക്കാനായിട്ടുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെടണം. എന്നാലാണ് ചിലപ്പോൾ അത് വിഷമുള്ളതാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാം. അതിനായിട്ടുള്ള ഡിസിഷൻ നമുക്ക് പെട്ടെന്ന് എടുക്കണം. അതിന് നമ്മളുടെ ഇമോഷണൽ ബ്രെയിനെ റിലേ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് വരും വരായികളെയും കാര്യങ്ങളെയൊക്കെ കുറച്ച് ആധികാരികമായിട്ട് തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇമോഷണൽ ബ്രെയിനേക്കാളും കുറച്ചും കൂടി മില്ലി സെക്കൻഡ് വൈകിട്ടാണ് റേഷണൽ ബ്രെയിനിൻ്റെ ഡിസിഷൻ വരിക. അപ്പോഴേക്കും ഒരു പക്ഷേ അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ആ സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും. എത്രയും പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് തോന്നുന്ന പേടി കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, മാറിപ്പോകുക എന്നുള്ളതായിരിക്കണം ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. അത് നമ്മൾ എടുക്കാൻ സഹായിക്കുക എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും. അപകടകരമാകുന്ന സമയങ്ങളിൽ, ഇത്തരത്തിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള സമയത്ത് നമ്മുടെ ഈ രണ്ട് സിസ്റ്റങ്ങളും, ആ ഇമോഷണൽ ബ്രെയിനും റേഷണൽ ബ്രെയിനും രണ്ടും ഇൻഡിപെൻഡൻ്റ്ലി ആണ്, വ്യക്തിഗതമായിട്ടുള്ള രീതിയിലാണ് അവ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് സിസ്റ്റങ്ങൾ ആവശ്യമുണ്ട്. ഇത് രണ്ടും കണ്ടറിഞ്ഞ് തമ്മിൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ്, ഒരു ബാലൻസ്ഫുൾ സിറ്റുവേഷനിലായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളായിരിക്കാൻ സാധിക്കുക, നമ്മളുടെ സെൽഫ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ട്രോമ സംഭവിച്ചതിന് ശേഷം പലപ്പോഴും ആൾക്കാർ ചെറിയ ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് ഉണ്ടാകുമ്പോഴേക്കും അതിനെ കണ്ടിട്ട്
അവർ ഇമോഷണൽ ബ്രെയിന് മാത്രം ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ അതിൻ്റെ സിഗ്നലുകളെ കൊണ്ട് അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്, ഡേഞ്ചറാണ്, രക്ഷപ്പെടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇത് അപകടമാണ് എന്നുള്ള മെസ്സേജുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നത് കാരണം നമ്മളെപ്പോഴും ഇമോഷണൽ ബ്രെയിനിൻ്റെ ആ സിഗ്നലുകൾക്ക് വഴങ്ങിപ്പോവുകയും റേഷണൽ ബ്രെയിനിലൂടെ ആ കാര്യത്തിനെ ആധികാരികമായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെയും ഇരിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് രോഗകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള വഴിയായി മാറുകയാണ് ചെയ്യുന്നത്. പലരുടെയും ജീവിതത്തെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. സോ ട്രോമ സംഭവിച്ചതിന് ശേഷം പലപ്പോഴും ഇമോഷണൽ ബ്രെയിനിനെ മാത്രം റിസോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് അൺഹെൽത്തിയാണ്. ഈ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് ഭവിക്കുക. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാം. ഇത്രയും നാൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്, നിങ്ങൾ തരുന്ന ലൈക്കുകളാണ്, നിങ്ങളുടെ സംശയങ്ങൾ എന്നെ അറിയിക്കുന്നതാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള, ഇനിയും വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് അമർത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയറും ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻസ് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടത് എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.